നമസ്കാരം. ജനുവരി 12 ആരംഭിച്ച തിരുവാതിര ജനുവരി 13 ഇന്ന് അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. ഇന്ന് പരമശിവന്റെ പിറന്നാൾ കൂടിയാണ്. ഈ തിരുവാതിര ദിവസവുമായി ബന്ധപ്പെട്ട് അഥവാ ധനുമാസത്തിലെ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഈ തിരുവാതിര ദിവസം കാണുന്നതായ ഏറ്റവും ശുഭകരമായ ചില ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ പ്രീതിയുള്ള വീടുകളിലും വ്യക്തികളിലും തീർച്ചയായും ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും കാണുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം നാഗങ്ങളെ കാണുവാൻ സാധിക്കുന്നു എന്നതാണ്. ഏവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നതായ അവസരത്തിലോ ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വരുന്നതായ സമയത്തോ അല്ലെങ്കിൽ പറമ്പിലോ ഇന്നേ ദിവസം നാഗത്തെ കാണുന്നത് അതീവ ശുഭകരം തന്നെയാണ്. ഇന്നലെയും ഇന്നുമായി ഇപ്രകാരം കാണുകയാണ് എങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കാണുകയാണ് എങ്കിലും ശുഭകരമാണ്. ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങൾ ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ കാണുകയാണ് എങ്കിലും ശുഭകരം തന്നെയാണ്. കാരണം തിരുവാതിര നക്ഷത്രം ഇന്നലെ ആരംഭിച്ച് ഇന്നാണ് അവസാനിക്കുന്നത്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ നാഗത്തെ അല്ലെങ്കിൽ ഇന്നലെയാണ് എങ്കിലും നാഗത്തെ സ്വപ്നം കണ്ടു എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പാല് തിളച്ച് പോകുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എങ്കിൽ അത് പ്രത്യേകിച്ചും ഉണർന്ന ശേഷമാണ്, ആദ്യ 24 മിനിറ്റിലാണ് കണ്ടത് എങ്കിൽ ഏറ്റവും ശുഭകരമാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം വീടുകളിൽ ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണവും ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി നേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ കാക്ക വീടുകളിൽ വരികയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ശിവപ്രീതിയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പരമശിവന്റെ അനുഗ്രഹമുണ്ട് എന്നും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ കാക്കയ്ക്ക് ഇന്നേ ദിവസം അല്ലെങ്കിൽ ആഹാരം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. വീടുകളിൽ പുഷ്പങ്ങൾ ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു, ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രത്യേകിച്ചും വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളോ നീല നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് എങ്കിലും വീടുകളിൽ ഇപ്രകാരം വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ വീടുകളിൽ ഐശ്വര്യ വർധനവിന്റെ സൂചനയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സിന്ദൂരം ഇന്നേ ദിവസം ദീർഘനേരം മായാതെ നിൽക്കുകയാണ് എങ്കിൽ അത് തിലകമാണ് എങ്കിലും മായാതെ നിൽക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിലനിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ചെയ്യുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി പ്രതിഫലിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുകയും ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. കൂടുതൽ പ്രകാശത്തോടെ ഇന്നേ ദിവസം വിളക്ക് കൂടുതൽ സ്വർണപ്രഭ നൽകി ആ വിളക്ക് തെളിയുന്നത് അതീവ ശുഭകരവും ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളുടെ സൂചനയാണ്. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നു.
എന്തുകൊണ്ടാണ് സന്തോഷം നിങ്ങൾക്ക് വന്ന് ചേരുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ മനസ്സ് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നതാകുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതിനാലുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. ഇന്നേ ദിവസം ഭഗവാന് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതായ അവസരത്തിൽ ആ പുഷ്പങ്ങൾ താഴെ വീഴുകയോ ആ പുഷ്പത്തിന് ഇളക്കം സംഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിലും ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം പാല് എടുത്തുകൊണ്ടുവരുന്ന അവസരത്തിലോ മറ്റോ വീടിന്റെ പ്രധാന വാതിലിന്റെ അരികിലായി പാല് ഒരൽപ്പം പോവുകയാണ് എങ്കിൽ, അത് അറിയാതെ സംഭവിച്ചതാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടതായ ലക്ഷണം, ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുന്ന സാഹചര്യമോ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായ വാർത്തയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം അതിരാവിലെ ഉപ്പനെ കാണുന്നതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നോ നിങ്ങൾക്ക് കൂവളയില ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. അത് ശംഖുപുഷ്പം ലഭിക്കുകയാണ് എങ്കിലും വിശേഷമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും മധുരം നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ അനുകൂലമായ കാര്യങ്ങളുടെ മുന്നോടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അപരിചിതരായ വ്യക്തികൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായം നിങ്ങൾക്ക് ചെയ്ത് നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ചും ഭഗവാന്റെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന സമയത്തോ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ ഇപ്രകാരം സംഭവിക്കുന്നതും ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ശിവചിത്രമോ ശിവ കുടുംബ ചിത്രമോ വീടുകളിൽ ലഭിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈവശം വന്നു ചേരുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാകില്ല. എന്നാൽ അപ്രതീക്ഷിതമായി നിങ്ങൾ ദർശനം നടത്തുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചു എങ്കിൽ അല്ലെങ്കിൽ അതിരാവിലെ ഉണരുന്നതായ അവസരത്തിലോ സന്ധ്യയ്ക്കാണ് എങ്കിലോ ദർശനം നടത്തണം എന്ന ചിന്തയിൽ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദർശനത്തിനുള്ള അവസരം ലഭിക്കുകയാണ് എങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നും ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭഗവാന്റെ സ്വപ്ന ദർശനം ലഭിക്കുകയോ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സ്വപ്നത്തിൽ കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം പാമ്പിനെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം അറിയാതെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളുടെ നാവിലേക്ക് കടന്ന് വരുന്നതാണ്. അറിയാതെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് പോകുന്നതായ അവസ്ഥ. ഇന്നേ ദിവസം ഭഗവാനെ ദർശിക്കാനായി പോവുകയാണ് എങ്കിൽ പോലും ഭഗവാന്റെ പ്രതിഷ്ഠ നോക്കിയോ അല്ലെങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ എന്ത് പ്രാർത്ഥിക്കണം എന്ന് മറന്നു പോകുന്ന അവസ്ഥ, ഭഗവാനിൽ ലയിച്ചു പോകുന്നതായ അവസ്ഥ, കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു, മനസ്സിലേക്ക് വളരെയധികം സന്തോഷം കടന്നു വരുന്നു, ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശിവക്ഷേത്രത്തിൽ ഇരിക്കുന്നതായ അവസരത്തിലാണ് എങ്കിൽ പോലും
മനസ്സിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരുന്നു എങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാകാം. നിത്യവും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക.